മസ്നഗുഡി വഴി ഊട്ടിയിലൊക്കെ പോയി മടുത്തില്ലേ. ഇനിയിപ്പോ ഡൽഹി വഴി ഹിമാചല്, അതാണ് ഇപ്പൊ ട്രെൻഡ്. ഫാമിലിന്റെ ഒപ്പം ഷൊർണൂരിന് നിസാമുദ്ദീൻ എക്സ്പ്രസ് 3 ടയർ AC-ല് 35 മണിക്കൂർ സുഖസുന്ദരമായ യാത്ര ഡൽഹിക്ക്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും വലിയ ചെലവുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ ലോങ് ട്രെയിൻ യാത്രകളൊക്കെ ഫാമിലി സഹിതം വളരെ സേഫായിട്ട് നല്ല ആംബിയൻസോട് കൂടി യാത്ര ചെയ്യാം. ഭക്ഷണമൊക്കെ നമുക്ക് സൗകര്യപൂർവ്വം പുറത്തുനിന്നും പാൻട്രിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാം. അങ്ങനെ കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ കഴിഞ്ഞ് ഡൽഹിയിൽ എത്തിച്ചേരാൻ പോവാണ് കേട്ടോ. ഇറങ്ങുന്നതിന് മുമ്പ് കണ്ണൂരിൽ നിന്നുള്ള നല്ലൊരു അടിപൊളി ടീമിന്റെ ഒപ്പം പാട്ടും മേളൊക്കെ ആയിട്ട് കുറച്ച് ചിലവഴിച്ചു. ഏകദേശം 2 ദിവസത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷത്തിലാണ് ഈ പാട്ടൊക്കെ കേട്ടോ. നിസാമുദ്ദീനിൽ ഇറങ്ങി അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് താമസിക്കുന്ന പട്ടേൽ നഗറിലേക്ക് മെട്രോ ട്രെയിനിലാണ് യാത്ര. അടുത്ത ദിവസം രാവിലെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് നേരെ ഇന്ത്യ ഗേറ്റിലേക്കാണ് പോയത്. മുമ്പ് കുറെ പ്രാവശ്യം ഇന്ത്യ ഗേറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും കുട്ടികൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇവനെ കൂട്ടി മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇവൻ ആ സമയത്ത് അവന്റെ ഉമ്മാന്റെ വയറ്റിലായിരുന്നു. അപ്പൊ ഇന്ത്യ ഗേറ്റിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. ഇന്ത്യ ഗേറ്റിൽ കുറെ പേരുകൾ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ജീവൻ ത്യജിച്ച ജവാന്മാരുടെ പേരുകളാണ് ഈ കൊത്തിവെച്ചിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് തന്നെ രക്തസാക്ഷികളായിട്ടുള്ള ഈ പട്ടാളക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോണുമെന്റ് ആണ് അമർ ജവാൻ ജ്യോതി. പ്രധാനമന്ത്രി മോഡി ഉദ്ഘാടനം ചെയ്ത ഈ സ്മാരകം വളരെ സുരക്ഷയോടും ചിട്ടയോടും കൂടിയാണ് സംരക്ഷിച്ചു പോരുന്നത് കേട്ടോ. ഈ ജ്യോതി എപ്പോഴും ഇവിടെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം നമ്മൾ സ്റ്റാച്ചു ആണെന്ന് കരുതി കേട്ടോ, ഇത് പക്ഷേ ഇവിടുത്തെ പാറാവുകാരനാണ്. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ അവിടെ നിന്ന് നേരെ പാർലമെന്റിലേക്ക് പോയി. പാർലമെന്റ് സമ്മേളനം നടക്കുന്നത് കൊണ്ട് അകത്ത് കയറാൻ കഴിയില്ല. പുറത്തുനിന്നുള്ള ഒരു വ്യൂ ഒക്കെ എടുത്ത് നേരെ നമ്മൾ പോയത് രാഷ്ട്രപിതാവിന്റെ സമാധി സ്ഥലമായ രാജ്ഘട്ടിലേക്കാണ്. രാജ്ഘട്ടിലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ചെരുപ്പൊക്കെ ഊരി നല്ല അച്ചടക്കത്തോടു കൂടിയാണ് അകത്ത് പ്രവേശിക്കാൻ. രാജ്ഘട്ട് കണ്ടിട്ട് ഞങ്ങൾ സൈക്കിൾ റിക്ഷയിൽ നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നത്. ഇവിടെ ഹരിയാനയിൽ പഠിക്കുന്നതിന്റെ മോള് നാളെ താജ്മഹൽ പോകാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ചേരാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ താജ്മഹലിലൊക്കെ പോയി നേരെ കുളുമണാലിലേക്ക് തിരിക്കുന്നതാണ് കേട്ടോ.